വലിയ ആശ്വാസം ആളെ ഇഞ്ഞൊന്ന് കണ്ടാൽ മതി, ആളെ കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ വല്ലാതെ ടെൻഷൻ അടിച്ച മണിക്കൂറുകളായിരിക്കുമല്ലോ കടന്നു. അതെ, ദിവസങ്ങളെ കടന്നുപോയേ. നിങ്ങളൊക്കെ ശരണ്യയുടെ കൂടെ ജോലി ചെയ്യുന്നവരാണോ? അതെ, ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത് ശരണ്യെ കാണാനില്ല എന്നുള്ള കാര്യം? വ്യാഴാഴ്ചയായിരുന്നു അറിഞ്ഞത്. ആദ്യം വിളിച്ചായിരുന്നു, കിട്ടിയതൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്ത് ചെയ്യണം ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഇവിടെ വന്നു, അന്ന് അറിഞ്ഞപ്പോൾ തന്നെ വന്നായിരുന്നു. പിന്നെയും ഭയങ്കര ടെൻഷൻ ആയിരിക്കുമല്ലേ എന്താ സംഭവിച്ചെന്നുള്ളത്? പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. 2 ദിവസം നമ്മളും പോയിണ്ടായിരുന്നു തിരയാൻ ഇവരുടെ കൂടെ. ഉള്ളിലേക്ക് കയറ്റില്ല എന്നൊക്കെ കുറേ പറഞ്ഞായിരുന്നു. പിന്നെയും കുറേ സംസാരിച്ച് 2 പേര് 4 വലിയ കാടല്ലേ ഇത്? കുറേ ഏരിയകളിലായിട്ട് ശരണ്യ പറയും വലിയ കാടാ. ശരണ്യ ഇത് സ്ഥിരം ശരണ്യെ സംബന്ധിച്ചൊന്നും ഈ കാട് ഒരു കാടാണോ ചെറുതായിരിക്കും. സ്ഥിരമായിട്ട് ഇങ്ങനെ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ആളാണ്. ഇങ്ങനെ ആദ്യമായിട്ടാ ഇങ്ങനെ ആദ്യമായിട്ടാ ശരണ്യെ സംബന്ധിച്ചൊരു പുതിയ എക്സ്പീരിയൻസ് ഇങ്ങനെ ആദ്യമായിട്ടാണ്. എന്തായാലും വലിയ ആശ്വാസം അല്ലേ? അതെ, ഇനിയിപ്പോ തിരിച്ചൊന്ന് ഇവിടേക്ക് എത്തിയാൽ മതി അല്ലേ? അഞ്ഞൊന്ന് കണ്ടാൽ മാത്രം മതി. നിങ്ങൾ വല്ലാതെ ടെൻഷൻ അടിച്ചില്ലേ? അതെ ടെൻഷൻ അടിച്ചു, ഒന്നും പറയാല്ല. ഇത് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നു ഇവിടേക്ക് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും? പറഞ്ഞായിരുന്നു, അപ്പം നമ്മളെ അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. ഇവിടെ എത്തി അവസാനം ഇവിടെ ഫോട്ടോ വരെ നമുക്ക് അയച്ചു തന്നായിരുന്നേ. എത്തിയതായിട്ടുള്ള ഫോട്ടോ കാര്യങ്ങളെല്ലാം നമുക്ക് അയച്ചു തന്നായിരുന്നു. ഈ വഴിതെറ്റി എന്നുള്ള വിവരം നിങ്ങളോട് ആരോടും പറഞ്ഞിരുന്നു? 10:30-ക്കാണ് ലാസ്റ്റ് മെസ്സേജ് ടോപ്പിൽ നിന്ന് അയച്ചത്. അതിനുശേഷം പിന്നെ വഴിതെറ്റി എന്നുള്ള ഹോം സ്റ്റേത്തെ ആളെ വിളിച്ചു പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതും പിന്നെ ഞങ്ങൾ അന്ന് രാത്രിയല്ല, പിറ്റേ ദിവസം രാത്രിയാണ് ശരണ്യയുടെ കസിൻ വിളിച്ചപ്പോൾ പറഞ്ഞത്. അതിൻ്റെ അപ്പം തന്നെ ഞങ്ങൾ രാത്രി തന്നെ അങ്ങോട്ട് പോന്നു. പിന്നെ ഇന്നലെ മിഞ്ഞാന്നും തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയ സന്തോഷം, വളരെ സന്തോഷം. എനിക്ക് ഇതിൻ്റെ എപ്പോഴും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഒരു സംഭവത്തിൽ മനസ്സ് വിഷമിച്ചെന്ന് അറിയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞോ അറിയാതെ ആളുകൾ ആവശ്യമില്ലാത്ത പല കമൻറ്റുകളും ഇതിനെതിരെ ഓരോരുത്തർ എന്താന്ന് പോലും അറിയാണ്ട് ഇങ്ങനെ ഓരോ കമൻറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളെ വല്ലാതെ മനസ്സിൽ കൊള്ളുന്നുണ്ട്. ഞങ്ങൾക്കല്ലേ ഇപ്പോഴത്തെ ഒരുവിധം തലമുറയിൽപ്പെട്ട എല്ലാവർക്കും അറിയാം എന്താണ് സംഭവം, എന്താണിത്, പല ആളുകളും എന്താണെന്നുള്ളത്. എങ്ങനെ സോഷ്യൽ മീഡിയ മുഖമില്ലാത്തവരൊക്കെ മാത്രമല്ല, ഇപ്പൊ തന്നെ ഫേസ്ബുക്ക് ഇതുപോലെ വന്നു. ശരണ്യച്ച് കിട്ടിയെന്ന് പറഞ്ഞ് നമ്മളിവിടെ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഫേസ്ബുക്കിൽ ഇതുപോലെ ശരണ്യച്ച് കിട്ടിയെന്ന് പറഞ്ഞ് മെസ്സേജ്. അവിടെ നിന്ന് നമുക്ക് പിന്നെയും കോള് വരുക. ഇതെല്ലാം കണ്ടിട്ട് കിട്ടി നമുക്ക് തന്നെ ഇതൊരു ഫേക്ക് ന്യൂസ്, ഇങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. എന്തായാലും നിങ്ങൾ എല്ലാവരും ശരണ്യയും കൂടെ കൂട്ടി ഒന്നിച്ച് തിരിച്ചു പോകാനുള്ള ഒരു തയ്യാറെടുപ്പില്ല? അത് എവിടെ നിന്ന് കറങ്ങണം, കണ്ടിട്ടില്ലേ?